പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷം. ഇറാനിലെ 2000 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി US. മരണം 1000 കടന്നു. ഗൾഫിലെ US കോൺസുലേറ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. യുദ്ധം തുടങ്ങാൻ കാരണം ഇറാൻ എന്ന ട്രംപ്. ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. വിമാന സർവീസിൽ പ്രതിസന്ധി തുടരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും 39 വിമാനങ്ങൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്നുള്ള 32 വിമാനങ്ങളും സർവീസ് നടത്തില്ല. ഗൾഫിൽ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കാൻ കൂടുതൽ സർവീസ് നടത്തും. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ LDF നേതൃയോഗം ഇന്ന്. കേരള കോൺഗ്രസുമായുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമം. സ്ഥാനാർത്ഥി പട്ടിക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കും. CPI നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിനും നിർണായകം. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതി വിധി പറയും. സമരം കടുപ്പിക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. അധിക ചുമതലകൾ രാജിവെക്കും. DMO ഓഫീസുകളിലേക്ക് പ്രതിഷേധം. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം ഇന്ന് 17ാം ദിവസം. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നഴ്സുമാർ പണിമുടക്കിലേക്ക്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. സംഭവം കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയപ്പോൾ. മരിച്ചത് വടക്കനാട് സ്വദേശി രാജീവ്. T20 ലോകകപ്പിലെ ആദ്യ സെമി പോരാട്ടം ഇന്ന്. ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം നാളെ.